ആ കൈ കണ്ടു. ആ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ആ പല്ലിൻ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ നീ ഇവിടുന്ന് 2 കാലം നീ ഇവിടുന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. ചാച്ചനും അമ്മ വീട്ടിലില്ല. വീട്ടിലാത്തപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമല്ലോ. അങ്ങനെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ആർ ജെ ബിൻസി അങ്ങനെ ആരും മറന്നിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ആർ ജെ ബിൻസി ആരാണെന്നുള്ളത്. നമ്മുടെ ബിഗ് ബോസ് താരം കൂടിയായ അഹങ്കാരം ലെവലേശമില്ലാത്തൊരു താരമാണ് ആർ ജെ ബിൻസി. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പുതിയ വിവാദം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ആർ ജെ ബിൻസിയുടെ അനിയത്തിയായ മരിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇന്നലെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഒരു സ്റ്റോറി ഇടുന്നു. സ്റ്റോറി കരഞ്ഞുകൊണ്ടാണ് സ്റ്റോറി. കൈയിലും ഈ പറയുന്ന കയ്യിലും കൈപാദങ്ങളിലും ഒക്കെ ആർ ജെ ബിന്നി എന്നെ പട്ടി അടിച്ചു പോലെ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇവള് മഹാകള്ളിയാണ്, ഇവളെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറിവുകളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഡിലീറ്റ് ആകുന്നു. ഇവിടെ നമ്മുടെ അൻസിഫ് എന്ത് ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. അൻസിഫ് ആ സംഭവം എടുത്തിട്ട് കൊണ്ട് അൻസിഫ് എന്ത് ചെയ്യുന്നു, ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അൻസിഫിന്റെ വീഡിയോയും ഈ പറയുന്ന എന്താണ് ടേക്ക് ഡൗൺ ആവുന്നു. അവനും അത് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ സാധനം പലയിടത്തും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്താണ് സംഭവം എന്ന് ആദ്യം നോക്കാം. ഇവർ തമ്മിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യം ഇത് മനസ്സിലായത് മറ്റൊന്നുമല്ല, ഒരു അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ള ഒരു അടിയാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് അങ്ങനെയാണല്ലോ, സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. ഇപ്പം മഹാന കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ സ്വന്തം അമ്മുമ്മയായിക്കോട്ടെ അച്ഛമ്മയായിക്കോട്ടെ എല്ലാവരും എന്താണ് ഈ പറയുന്ന സ്വന്തം പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവിടം വഴി ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ പരിഹാരം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, കൂടുതൽ നാറുകയാണ് ചെയ്തത്. പിന്നെ ഈ നാറ്റം എനിക്കൊരു വളമാണെന്ന് ചിന്തിക്കുന്ന അഹാന കൃഷ്ണയെ പോലുള്ളവരുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ട് പുറത്തിട്ട് അത് 4 പേര് എന്നെ ചീത്ത വിളിച്ചാലും 4 പേര് എന്നെ തെറി വിളിച്ചാലും എന്റെ ചാനലിന് റീച്ച് കിട്ടുമല്ലോ, ഞാൻ 4 പേരെ എനിക്ക് 4 പൈസ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ജെൻസി കുട്ടികൾ ഇപ്പോൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ ബിൻസിയുടെ അനിയത്തിയായാലും സ്വന്തം വിഷയമാണ്, സ്വന്തം ചേച്ചിയുമായിട്ടുള്ള വിഷയമാണ്. അത് വന്ന് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വിളമ്പുകയാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ കൊച്ച് ഈ മറിയ എന്താണ് പറഞ്ഞത് നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ, വീഡിയോ കണ്ടു മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് ആക്ച്വലി നല്ല അടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല അടി അങ്ങോട്ടും ഇങ്ങോട്ടും അനിയത്തി ചേച്ചിയുമായിട്ട് നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ക്ലിയർ അല്ല ഈ പെൺകുട്ടി പറയുന്നത് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു, എന്താണ് എന്നെ കടിച്ചു, എന്നെ മാന്തി, എന്നെ പിച്ചി, ഈ ചെയ്യുന്നതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ മറിയ പറയുന്നത്. ആ കൈ കണ്ടു. ആ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ആ പല്ലിന്റെ പാടുണ്ട്. കൈയിട്ട് ഈ പാദം മുറിഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം നല്ല രീതിയിൽ ഇവർ തമ്മിൽ അടി പട്ടിയെ കടിക്കും പോലെ കടിച്ചിരിക്കുന്നു. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഈ രണ്ടുപേരും തമ്മിൽ അടി കൂടുന്നത്. ആർ ജെ ബിൻസി ഇവിടെ കമത്തിയിട്ട് കയറിയിരുന്നു കൊണ്ട് കടിച്ച് നമ്മുടെ പണ്ട് മസ്താനി എതിരെ നിന്ന് എന്നെ ഞാൻ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചു കീറും എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. കയ്യിൽ ഒരു വടിക്കുള്ള സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ അനിയത്തിയെ കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കടിച്ച് പല്ല് താന്നിട്ടുണ്ട്. ഇത് ഇവിടെ ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ആക്രമിച്ചു എന്നുള്ളതാണ്. കയ്യുണ്ടോ? വീടുകളെ കാണുന്ന സ്നേഹം മാത്രം എന്റെ പേര് കൂടുതൽ കാണുന്ന പാച്ചന്റെ മൂടിയൊക്കെ ആരും വീടുകളെ കണ്ടെത്തിച്ചത് എല്ലാം കണ്ടെത്തി വേണ്ടിട്ട് ചെയ്യുന്നവരെ. ഓക്കെ, അതായത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ എടുക്കാൻ സമയത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മുടി പിടിച്ചു വലിച്ചു,
പിന്നീട് കുത്തി മാന്തി വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ കുട്ടി പറയുന്നത്. എല്ലാം ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ബിൻസിയുടെ സഹോദരി പറയുന്നത്. ഇതില് ആക്ച്വലി സത്യം പറഞ്ഞാൽ എല്ലാ വീട്ടിലും 99.9% വീട്ടുകാരിലും സംഭവിക്കുന്ന സഹോദരിമാരെ ആയിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ നടക്കുന്ന ചെറിയ അടിപിടികളാണ് ഇത്. പക്ഷെ ഇത് ഇത്തിരി ചെറിയ അടിപിടിയല്ല, ഇത് നല്ല രീതിയിൽ അടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൈയിനെയൊക്കെ പിടിച്ചു വെച്ച് ഈ രീതിയിൽ കടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ ഇത് ഏത് രീതിയിലുള്ള അടിയാണ് എന്ന് എനിക്കറിയാം. ആ രീതിയിൽ അടിയാണ്. അപ്പൊ അത്രയും വിഷമിച്ചായിരിക്കും ഈ പെൺകുട്ടി വന്ന് പറയും. പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കണത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള സ്ഥലമല്ല ഈ ഒരു സാധനം. ഞാൻ എത്രയോ കൊല്ലം കൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ റിവ്യൂകൾ വളരെ ചെയ്തിരുന്നു. എൻ്റെ ഫാമിലിയെ കുറിച്ചോ എൻ്റെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചോ ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അത് പറയാൻ പാടില്ല. അത് നമ്മുടെ സ്വകാര്യതയാണ്. എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലെന്നാണ്, ഞാനും വൈഫും തമ്മിൽ അടി കൂടില്ലെന്നാണോ, ഞാൻ എൻ്റെ മോളും തമ്മിൽ വഴക്ക് കൂടില്ലെന്നാണോ? അതൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതൊക്കെ വന്ന് നമ്മൾ എന്താണ് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള റീച്ച് നമുക്ക് വേണ്ട. ഈ നാട്ടവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് കിട്ടുന്ന നാട്ടവും എനിക്കൊരു വളമായിട്ട് അതും എൻ്റെ കരിയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുവഴി എനിക്ക് 4 തെറി കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് 4 പൈസ കിട്ടട്ടെ, പണമാണ് എല്ലാത്തിനും വലുത് എന്ന് ചിന്തിച്ച് കിടന്നേ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ന്യൂജൻ പിള്ളേർക്ക് ഇതാണ് എന്ത് വിഷയം. അത് അച്ഛനെ കുറിച്ചായിക്കോട്ടെ, അമ്മയെ കുറിച്ചായിക്കോട്ടെ, ചേച്ചിയെ കുറിച്ചായിക്കോട്ടെ, ആരെ കുറിച്ചാണെങ്കിലും ഇത് പറയുന്ന നേരെ വന്ന് പിന്നെ വീഡിയോ ഇട്ട് പറയുക. പണ്ട് പ്രവീൺ പ്രണവ് ഓർമ്മയുണ്ടോ? ഇതുപോലെ തന്നെയായിരുന്നു, എന്തുമാത്രം മാറി. എന്നിട്ട് അവരത് ഡിലീറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ അവരുടെ ചാനലിന് ആ ഒരു റീച്ച് കിട്ടി എന്നുള്ളതാണ്. ഇനി ഈ ഇടയ്ക്ക് തന്നെ ഇവർക്ക് ഇവള് അനിയത്തിക്ക് ഈ ആർജെ ബിൻസി തന്നെയാണ് അനിയത്തിക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു സാധനം ഉണ്ടായിരുന്നത്. കഴിപ്പിച്ചു തരാം. പുതിയ ഇത് ആർജെ ബിൻസി വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആർജെ ബിൻസിയെ കുറിച്ച് അറിയാമല്ലോ, കുറച്ചിത്തിരി അഹങ്കാരവും തൻ്റെ ഇടവും കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പാനി ശരത്തുമായിട്ടുള്ള വിഷയം നമുക്കറിയാം. ബിഗ് ബോസിനകത്ത് വെച്ച് അപ്പാനി ശരത്തുമായിട്ടുള്ള നമ്മൾ ഇരുന്നാൽ കയ്യിലൊന്ന് പിടിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സാധനം വലിയ ഡയലോഗ് കഴിച്ചു. പിന്നെ പുറത്തിറങ്ങി പല സീനുകളും നമ്മൾ കണ്ടു. ഞാൻ അതൊക്കെ വിട് എന്നുള്ളതാണ്. ആർജെ ബിൻസിയുടെ ബിഗ് ബോസിലെ ചെറിയൊരു പെർഫോമൻസ് ഞാൻ കേൾപ്പിച്ചു തരാം. എന്റെ വായിൽ നല്ല ചെറ്റ വർത്താനം വരുന്നുണ്ട് ബസ്സാണ്. പക്ഷെ നിന്നെ പോലെ തറയല്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. അടിച്ചു നിന്നെ ഒതുക്കിയാരെ. അമ്മാതിരി വർത്താനോ നിന്റെ കയ്യിലിരിപ്പ്. നീ എന്നാ കാണിച്ചത്? മനസ്സിലായോ? അത് ചുമ്മാ പറഞ്ഞല്ല, അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും നമ്മുടെ ആർജെ ബിൻസിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അടിച്ചു തന്നെ ഞാൻ ഒതുക്കി തന്നെ എന്നുള്ളതാണ്. പെണ്ണും ചെറുക്കനും കൂടെ കിടന്നപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. പുതപ്പിന്റെ അടിയിൽ വെച്ച് അവിഹിതം ഉണ്ടാക്കിയത്. നാണമില്ലേ? നാണാവുന്നില്ലേ? ഒരു പെണ്ണും ചെറുക്കനോട് അടുത്തിരുന്ന ഉടനെ പ്രേമം, കാമം എന്തൊക്കെയാ സ്വന്തമായിട്ട് കാണിക്കുന്നത്? പുറത്തെ കഥകള് ഞാനിനി ഒന്നും പറയണ്ട, നാട്ടുകാർക്ക് കൊണ്ട് അറിയില്ല. പിന്നെ സ്ക്രീൻ സ്പേസ് എനിക്കതിന്റെ ആവശ്യമില്ല. നീ അതെ, പുറത്തെ കഥകളൊന്നും പറയില്ല. ബിഗ് ബോസിന് അതിന് ശേഷം ഇറങ്ങിയ കഥകളും നുള്ളലും ഒന്നും ആരടുത്തും പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതൊക്കെ ആൾക്കാർ മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും മിണ്ടരുത് എന്നുള്ളതാണ്. ചോദിച്ചതുള്ള മറുപടിയാണ് ഞാൻ തന്നത്. മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിന്നെ അതുപോലെ നല്ല അടിച്ച് നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി. എനിക്ക് നല്ലൊരു തന്തയുണ്ട്, നിനക്ക് ആ രീതിയിലുള്ള തന്ത ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പം അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നല്ല അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ്. ഞാൻ എന്തോ മറ്റവളാണ്, ഞാൻ ഇവിടെ ഒന്ന് മലമറിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് ആൾക്കാരെടുത്ത് പുറത്തിറങ്ങു. അവിടെ ഇറങ്ങു. അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെ വോട്ട് കിട്ടുന്നത് കണ്ടപ്പോൾ കുരുപൊട്ടി തിരിച്ചു വന്ന് താങ്കളെ എടുത്ത് പുറത്തറിയാനുള്ള കാരണം താങ്കൾ അവിടെ നിന്ന് കാണിച്ച പ്രശ്നങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കിയോ? അത് മറ്റാരുടെയും തലയിൽ കൊണ്ട് വെക്കുക. താങ്കൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്ന് നീ പൈസ കൊടുത്തിട്ടാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിച്ചൊന്നും കാര്യമില്ല. ഈ പറയുന്ന ഈ പ്രേക്ഷകരുടെ മനസ്സിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് നേടിയെടുക്കാൻ സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൂസറിനെ പോലെ ഇരുന്ന് വെല്ലുവിളിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇനിയും ഈ അനിയത്തിയുമായിട്ടുള്ള ഒരു റീൽ വെച്ച് തരാം. ഞങ്ങൾ മരിയുടെ കോളേജിലോട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോ എന്തായാലും കിട്ടും. കാരണം 10 മണിക്ക് പോകേണ്ട കോളേജിൽ 12 ആയി. എന്നാലും പോയിട്ട് വരാം. എടുത്തല്ലോ. ചാച്ചനും അമ്മ വീട്ടിലാത്തപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമല്ലോ. അങ്ങനെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് ഞാനും മരിയും കൂടെ കറിവെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ ഈ കാണുന്ന SD കോളേജിലാണ് മരിയ.
ഓക്കെ, ഇതാണ് ചാച്ചനും അമ്മയും വീട്ടിലില്ല. ആ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് കുരുത്തക്കേടുകൾ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അനിയത്തിയെ കൊണ്ട് അനിയത്തിയുടെ കോളേജിലേക്ക് പോകുന്ന ഒരു റീലാണിത്. ഇതിനകത്ത് വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് കാണുന്നത് കാണാം. ഇതൊക്കെ അഭിനയമാണ് എന്നുള്ളതാണ് മറിയ പറയുന്നത്. റീൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി എടുക്കുമ്പോൾ മാത്രമാണ് എൻ്റെ അടുത്ത് സ്നേഹം, ഇല്ലെങ്കിൽ എന്നെ കുടിച്ചു തീർത്ത് ഇടിക്കുകയും കടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ മറിയ പറയുന്നത്. മറിയയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കേസ്, ഇത് നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് എത്രത്തോളം ക്രൂരതയാണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും ഈ പറയുന്ന സഹോദരിമാരായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയും കാര്യങ്ങളും പിച്ചിലും മാന്തലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതിനെയൊക്കെ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചിറക്കുക അല്ല. സോഷ്യൽ മീഡിയയിൽ ഒൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിൻവലിക്കാൻ പറ്റത്തില്ല. നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും എന്നുള്ളത്. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമ്മളത് റിയാക്ട്. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതിങ്ങനെ കിടന്ന് അടി കൂടുന്നത് ജനൽ വഴി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങളിത് നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയെ പറ്റിയോ അമ്മയെ പറ്റിയോ പിന്നെ അച്ഛനെ പറ്റിയുള്ള കുറ്റങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇട്ടിട്ട് ലാസ്റ്റ് 4 സൈഡിൽ കൂടി അയ്യോ 10 എന്ന് പറഞ്ഞിട്ട് വിമർശനം വരുമ്പോൾ എടുത്ത് മാറ്റിയിട്ടൊന്നും കാര്യമില്ല. ഓൺസ് നിങ്ങളത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് തീർന്നു. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അതിന് മുമ്പേ ചിന്തിക്കണമായിരുന്നു. ആ വിവേകം കാണിക്കാൻ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ചിലപ്പോൾ ഒരു അടി തന്നിരിക്കും, ചിലപ്പോൾ ചേച്ചിയുമായിട്ടൊക്കെ അങ്ങോട്ട് ഈ പറയുന്ന എന്താണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. പിന്നെ ഇത് വല്ലാത്തൊരു കടിയായി ബിൻസി. അഭിപ്രായ വ്യത്യാസം ഇത് എന്തായാലും ഒരു ചെറിയ കടിയൊന്നും, ഇത് പട്ടി കടിക്കും പോലെയാണ് നീ അവിടെ കടിച്ചിരിക്കുന്നത്. എന്തോന്ന് പേപ്പട്ടിയാണോ നീ? ഇങ്ങനെയൊന്നും അനിയത്തിമാരെ കടിക്കരുത്. അനിയത്തിമാർ എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറില്ലാതെ ഓട്ടിച്ചിട്ട് കുടിച്ചു നിർത്തി കടിക്കുകയല്ല വേണ്ടത് എന്നുള്ളത് ആർജെ ബിൻസി മനസ്സിലാക്കണം. മനസ്സിലായോ? അത്രയും അഹങ്കാരം കൂടുതലുണ്ട് നമുക്കൊക്കെ അറിയാം. എന്നും പറഞ്ഞത് അനിയത്തിരി തീർക്കാനുള്ളത്. അതുപോലെ വീഡിയോ ഓണാക്കി വെക്കുമ്പോൾ മാത്രമാണോ ഈ പറയുന്ന സഹോദര സ്നേഹം അല്ലെങ്കിൽ സഹോദരി സ്നേഹം എന്നുള്ളതും ഒന്ന് ഇരുത്തി താങ്കൾ തന്നെ ചിന്തിക്കണം. പുള്ളി പറയുന്നത് അങ്ങനെയാണ്. വീഡിയോ അല്ലെങ്കിൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിങ് മാത്രം, ഇതെല്ലാം നാടകങ്ങൾ. അത് പുറത്തുകൂടി പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുക്കുന്ന കംപ്ലീറ്റ് നാടകമാണ്. വീഡിയോ ഓഫായി കഴിഞ്ഞാൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെ, എന്നെ ഓട്ടിച്ചിട്ട് കടിയും ബഹളമാണ് എന്നുള്ളതാണ് അനിയത്തി പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് സംഭവം. അപ്പൊ എന്തായാലും അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിപ്പം പലരും ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്വന്തം വിഴുപ്പലക്കാൻ നിന്ന് സ്വന്തം പല്ലട കുത്തി നാട്ടിച്ചത് നാറുന്നത് നിങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.